നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. ബ്രിട്ടനിലെ ഇന്ത്യൻ വംശജ സമൂഹം ബ്രിട്ടനിലെ വളർച്ചയിൽ വഹിക്കുന്ന പങ്കിനെ പ്രധാനമന്ത്രി ആൻഡി ബേണം പ്രശംസിച്ചു. UK ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള പദ്ധതികളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കൃത്രിമ ബുദ്ധി ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളും ഇരുവരും ചർച്ച ചെയ്തു. ലോകകപ്പ് ടൂർണമെന്റുകളുടെ ഓഹരികൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള വിവാദ പദ്ധതിക്ക് പിന്നാലെ ഫിഫ തലവൻ ജിയാനി ഇൻഫാന്റിനോ സ്ഥാനമൊഴിയണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേണം. സ്വകാര്യ നിക്ഷേപകർക്ക് സംഘടനയിൽ ഓഹരി നൽകാനുള്ള തീരുമാനം അപലപനീയവും ഒട്ടും അംഗീകരിക്കാനാകാത്തതും. ലോകകപ്പ് ഒരു ഉൽപ്പന്നമല്ല, ലോക കായിക രംഗത്തെ ഏറ്റവും വലിയ മത്സരമാണിത്. അത് വിൽക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും വേണം. ഇംഗ്ലണ്ടിലെ ബെയർമാർക്ക് പ്രാദേശികമായ വലിയ പദ്ധതികൾ നിക്ഷേപിക്കാൻ കടമെടുക്കാനുള്ള അധികാരം നൽകിക്കൊണ്ട് സെൻട്രൽ സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. ഇനി ഫണ്ടുകൾക്കായി പ്രാദേശിക നേതാക്കൾക്ക് പൂർണ്ണമായും വരിഹാനെ ആശ്രയിക്കേണ്ടി വരില്ല. പദ്ധതിയുടെ ലക്ഷ്യം വർഷങ്ങളായി നിലനിൽക്കുന്ന കേന്ദ്രീകൃത ഭരണത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നും പ്രാദേശിക ഭരണകൂടങ്ങളെ മോചിപ്പിക്കുക. 2028 മുതൽ മേയർമാർക്ക് തങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആദായ നികുതിയുടെ ഒരു വിഹിതം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയും. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക ആക്രമണം നടത്താൻ തീരുമാനിച്ചതിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ധീരമായ നേതൃത്വമാണ് കാഴ്ചവെച്ചതെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ്. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഉപയോഗിച്ച അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വീണ്ടും ശേഖരിക്കുന്നതിന് $18.2 ബില്യൺ അടിയന്തര ധനസഹായം അനുവദിക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ആവശ്യപ്പെട്ടു. അമേരിക്കൻ മറൈൻ കോർപ്സിന്റെ F-35B യുദ്ധവിമാനം കാലിഫോർണിയയിലെ സാന്റിയാഗോയിൽ മറൈൻ കോർപ്സ് എയർ സ്റ്റേഷൻ മിറാമർ വ്യോമതാവളത്തിന് സമീപം തകർന്നു വീണു. അപകടത്തെ തുടർന്ന് സമീപത്തെ കുറ്റിക്കാട്ടിൽ തീപിടുത്തമുണ്ടായെങ്കിലും പൈലറ്റ് ഇജക്ട് ചെയ്ത് സുരക്ഷിതമായി രക്ഷപ്പെട്ടതായി അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ. സംഭവസ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പമുള്ള കരിഞ്ഞ പ്രദേശത്തിന് നടുവിൽ വിമാനം രണ്ടായി പിളർന്ന നിലയിൽ കണ്ടെത്തി. CJP പ്രതിഷേധത്തിന് പിന്നാലെ സെൽഫി വീഡിയോ സന്ദേശ പരമ്പരയുമായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. പ്രതിഷേധത്തിനിടെ തനിക്കെതിരെ മോശം ഭാഷ ഉപയോഗിച്ച വിദ്യാർത്ഥികളോട് ക്ഷമിച്ചു എന്നതായിരുന്നു മോദി വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയത്. എന്നാൽ റീലുകൾ കൂടി മാത്രമാണോ നിങ്ങൾ ക്ഷമിക്കുന്നത്, അതോ കേസുകൾ പിൻവലിക്കുമോ എന്ന് ദീപക് മോദിയുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തു. ജമ്മു കാശ്മീരിലെ കുൽഗ്രാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള ഇഷ്ടിക ചൂളയിലെ 2 തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. ഒരാൾ സംഭവ സ്ഥലത്തും മറ്റൊരാൾ ഇന്ന് പുലർച്ചെയുമാണ് മരിച്ചത്. ആക്രമണത്തിന് ശേഷം ഭീകരർ രക്ഷപ്പെട്ടു. ആക്രമണ വിവരം അറിഞ്ഞ് സുരക്ഷാ സേന ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും പ്രദേശം വളഞ്ഞ് ഭീകരർക്കായുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. കണ്ണൂർ സർവകലാശാലയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടന്ന അഭിമുഖം വിവാദത്തിൽ. അഭിമുഖത്തിൽ പങ്കെടുക്കാൻ നിശ്ചിത യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാൻ നീക്കം നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ചാൻസലർക്ക് പരാതി നൽകി. അഭിമുഖത്തിൽ പങ്കെടുത്തവരിൽ ഒരാളാണ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയത്. യോഗ്യതയില്ലാത്ത ആളെ അഭിമുഖത്തിൽ പോലും പങ്കെടുപ്പിക്കാൻ പാടില്ലായിരുന്നുവെന്ന് പരാതി. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിലെ ഇന്ത്യൻ വംശജ സമൂഹം രാജ്യത്തിന്റെ വളർച്ചയിൽ വഹിക്കുന്ന പ്രധാന പങ്കിനെ പ്രശംസിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. UK ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള പദ്ധതികളും ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തു. ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹം രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നൽകുന്ന വിലപ്പെട്ട സംഭാവനകളെ പറ്റി ബേണം അഭിനന്ദിച്ചു. UK-യിലും ഇന്ത്യയിലുമുള്ള ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സംഭാഷണത്തിനിടെ മോദി ഇരു നേതാക്കളുടെയും നഗരങ്ങളായ മാഞ്ചസ്റ്ററും ഗുജറാത്തിലെ അഹമ്മദാബാദും തമ്മിലുള്ള ബന്ധം ഓർമ്മിപ്പിച്ചു. അഹമ്മദാബാദിനെ അദ്ദേഹം ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചു. അടുത്തിടെ നിലവിൽ വന്ന UK ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും കൂടുതൽ തൊഴിൽ, നിക്ഷേപ, വ്യാപാര അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ആൻഡി ബേണം വ്യക്തമാക്കി. കൃത്രിമ ബുദ്ധി ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളും ഇരുവരും ചർച്ച ചെയ്തു. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യം നേതാക്കൾ ചർച്ച ചെയ്തു. മേഖലയിൽ സമാധാനം ഉറപ്പിക്കുവാനും സംഘർഷം കുറയ്ക്കാനും സഹകരണം തുടരാൻ അവർ ധാരണയിലെത്തി. വീണ്ടും ഉടൻ സംസാരിക്കാനും എത്രയും വേഗം നേരിൽ കൂടിക്കാഴ്ച നടത്താനും ഇരു നേതാക്കളും പ്രതീക്ഷ പ്രകടിപ്പിച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ലോകകപ്പ് ടൂർണമെന്റുകളുടെ ഓഹരി സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള വിവാദ പദ്ധതിക്ക് പിന്നാലെ ഫിഫ തലവൻ ജിയാനി ഇൻഫാന്റിനോ സ്ഥാനമൊഴിയണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേണം. സ്വകാര്യ നിക്ഷേപകർക്ക് സംഘടനയിൽ ഓഹരി നൽകാനുള്ള തീരുമാനം അപലപനീയവും ഒട്ടും അംഗീകരിക്കാനാവാത്തതുമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഷെഫീൽഡിൽ സന്ദർശനം നടത്തുന്നതിനിടയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് തികച്ചും അനുചിതമായ ഒരു നിർദ്ദേശമാണ്. ഇതുപോലെയൊരു ആശയം മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ ഈ സംഘടനയെ നയിക്കാൻ ഇൻഫാന്റിനോ തെറ്റായ വ്യക്തിയാണെന്ന് തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ഒരു ഉൽപ്പന്നമല്ല, ലോക കായിക രംഗത്തെ ഏറ്റവും വലിയ മത്സരമാണിത്.
അത് വിൽക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വകാര്യ നിക്ഷേപകർക്കായി രൂപീകരിക്കുന്ന പുതിയ കമ്പനിയായ ഫിഫ ഫോർ എന്റർപ്രൈസിന്റെ ലോകകപ്പിൽ ഒരു ഓഹരി വിൽക്കാൻ ഫിഫ പദ്ധതിയിടുന്നതായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ സഹോദരനായ ജോഷോ കുഷ്നർ സ്ഥാപിച്ച ത്രൈവ് എറ്റേണൽ എന്ന കമ്പനിയെ ഈ നിക്ഷേപ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുത്തതായി പിന്നീട് ഫിഫ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. യൂറോപ്യൻ ഏഷ്യൻ ഫെഡറേഷനുകളും വടക്കൻ മധ്യ അമേരിക്കൻ രാജ്യങ്ങളുടെ ഫെഡറേഷനും ഈ പദ്ധതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതുവരെ ഫിഫയുടെ മത്സരങ്ങൾ ബഹിഷ്കരിക്കുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഫിഫയിലെ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ സംഭവ വികാസങ്ങൾ കൂടുതൽ വേഗത നൽകിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിലെ പ്രാദേശിക മേയർമാർക്ക് പ്രാദേശികമായി വലിയ പദ്ധതികൾ നിക്ഷേപിക്കാൻ കടമെടുക്കാനുള്ള അധികാരം നൽകിക്കൊണ്ട് സെൻട്രൽ സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. ഇതുവഴി പ്രാദേശിക നേതാക്കൾക്ക് ഫണ്ടുകൾക്കായി ഇനി പൂർണ്ണമായും വൈറ്റ് ഹാളിനെ ആശ്രയിക്കേണ്ടി വരില്ല. വർഷങ്ങളായി നിലനിൽക്കുന്ന കേന്ദ്രീകൃത ഭരണത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നും പ്രാദേശിക ഭരണകൂടങ്ങളെ മോചിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ മാറ്റത്തിന്റെ ഭാഗമായി 2028 മുതൽ മേയർമാർക്ക് തങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആദായ നികുതിയുടെ ഒരു വിഹിതം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ 2027 ഏപ്രിലോടെ ബിസിനസ് നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം അതത് പ്രദേശങ്ങളിൽ തന്നെ നിലനിർത്താൻ കഴിയുന്ന തരത്തിലാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. മാഞ്ചസ്റ്റർ പോലുള്ള പ്രധാന നഗരങ്ങളിൽ ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള വൻകിട ഗതാഗത ഭവന നിർമ്മാണ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം സഹായിക്കും. വെസ്റ്റ് മിനിസ്റ്ററിലെ കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി ഇനി കാത്തിരിക്കേണ്ടി വരില്ല എന്നതും ഇതിന്റെ പ്രധാന സവിശേഷതയാണ്. പൊതുഗതാഗതം മെച്ചപ്പെടുത്താനും വീടുകൾ നിർമ്മിക്കുവാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള അധികാരവും വിഭവങ്ങളും ഓരോ പ്രാദേശിക നേതാവിനും ഇതിലൂടെ നേരിട്ട് ലഭിക്കും. ഒരു പ്രദേശത്തേക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കില്ലെന്നും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഈ മാറ്റം നടപ്പിലാക്കുകയെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ ഇതിന്റെ വിശദമായ കണക്കുകൾ ഔദ്യോഗികമായി പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രിട്ടനിലെ സൈസ് വെൽബി ആണവ നിലയത്തിന് സമീപം കാട്ടുതീ പടർന്നു പിടിച്ചു. സഫാക് തീരദേശത്തെ 200 ഏക്കറോളം വരുന്ന പ്രദേശത്താണ് തീ പടർന്നത്. ഇതോടെ നൂറുകണക്കിന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. തുടർന്ന് അധികൃതർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്നാൽ നിലയത്തിന് നിലവിൽ യാതൊരു അപകടവുമില്ല എന്നും പ്രവർത്തനം സാധാരണ നിലയിലാണെന്നും അധികൃതർ. ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് തീപിടുത്തമുണ്ടായത്. വ്യാഴാഴ്ച രാത്രിയോടെ കാറ്റിന്റെ ദിശ മാറിയതും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വെള്ളമൊഴിച്ചതും തീ കുറയ്ക്കാൻ സഹായിച്ചു. എങ്കിലും മുൻകരുതലായി ഫയർഫോഴ്സ് സംഘങ്ങൾ സ്ഥലത്ത് തുടരുന്നുണ്ട്. സമീപത്തെ വീടുകളിൽ നിന്നും കാരവാൻ പാർക്കുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. ദുരിതബാധിതരായ അയൽക്കാർക്കായി പ്രദേശവാസികൾ സ്വന്തം വീടുകൾ തുറന്നുകൊടുത്തു. യുകെയിലെ പ്രശസ്തമായ RSPB മുൻസ്മിയർ പക്ഷി സങ്കേതത്തെ തീപിടുത്തം സാരമായി ബാധിച്ചു. 20 അടിയോളം ഉയരത്തിൽ ഉയർന്ന തീയിൽപ്പെട്ട് അപൂർവ ഇനം പക്ഷികളുടെ വാസസ്ഥലങ്ങൾ നശിച്ചു. 20 മൈൽ അകലെ വരെ പുക ഉയർന്നിരുന്നു. രാജ്യത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ഉഷ്ണതരംഗവും വരൾച്ചയുമാണ് തീപിടുത്തത്തിന് കാരണം. മരങ്ങളും ചെടികളും ഉണങ്ങി വരേണ്ടതാണ് തീ വേഗത്തിൽ പടരാൻ ഇടയാക്കിയത്. ജൂലൈ മാസത്തിൽ മാത്രം 393 കാട്ടുതീ സംഭവങ്ങളാണ് യുകെയിൽ റിപ്പോർട്ട് ചെയ്തത്. സാഹചര്യം ഗുരുതരമാണെന്നും സർക്കാർ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അറിയിച്ചു. പ്രദേശവാസികൾ വീടിന് പുറത്തിറങ്ങരുതെന്നും വാതിലുകളും ജനലുകളും അടച്ചിടണമെന്നും നിർദ്ദേശമുണ്ട്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് വേണ്ടി സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമസേനാ താവളത്തിൽ ചാരവൃത്തി നടത്തിയെന്ന കേസിൽ ബ്രിട്ടീഷ് അസർജൈബാൻ പൗരനെ സൈപ്രസ് അധികൃതർ അറസ്റ്റ് ചെയ്തു. ലണ്ടനിലെ ഇൻസ്റ്റിംഗ്ടൺ സ്വദേശിയായ 44-കാരൻ റഷാദ് സുൽത്താനുമാണ് ജൂലൈ 17-ന് അറസ്റ്റിലായത്. നിലവിൽ നാടുകടത്തൽ നടപടികളുടെ ഭാഗമായി അദ്ദേഹം കസ്റ്റഡിയിൽ തുടരുകയാണ്. കഴിഞ്ഞ വർഷം മെയ് 11 മുതൽ ജൂൺ 22 വരെ സൈപ്രസിലെ ബ്രിട്ടന്റെ RAF അക്രോത്തിരി താവളവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് അറസ്റ്റ്. ബ്രിട്ടന്റെ ഭീകരവിരുദ്ധ പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വിദേശ നാഷണൽ സെക്യൂരിറ്റി ആക്ട് അന്വേഷണമാണ് ഇത്. അക്രോത്തിരി താവളത്തിൽ ശത്രുതാപരമായ നിരീക്ഷണം നടത്തിയ ശേഷം അതുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കൈമാറി എന്നാണ്
സുൽത്താനോവിനെതിരായ പ്രധാന ആരോപണം. ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ശത്രു രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യസ്ഥാനമാകുന്ന സാഹചര്യത്തിൽ വിദേശത്തും നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഫലപ്രദമായി പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും ഈ കേസ് തെളിയിക്കുന്നതായി ലണ്ടൻ ഭീകരവിരുദ്ധ പോലീസിന്റെ മേധാവി ഹെലൻ ഫെഗ്നാഗർ വ്യക്തമാക്കി. ഈ വർഷം മാർച്ചിൽ അമേരിക്കൻ സേന ഇറാനു നേരെ ആക്രമണം നടത്തുന്നതിന് ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവയ്ക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് IRGC ഭീഷണി മുഴക്കിയിരുന്നു. 1960 സൈപ്രസ് സ്വാതന്ത്ര്യം നേടിയതു മുതൽ ബ്രിട്ടൻ നിലനിർത്തുന്ന 2 പരമാധികാര സൈനിക താവളങ്ങൾ ഒന്നാണ് RAF അക്രോത്തിരി. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വിവിധ സൈനിക ദൗത്യങ്ങൾക്കും ഇടപെടലുകൾക്കും ബ്രിട്ടൻ വർഷങ്ങളായി ഈ താവളത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈനികാക്രമണം നടത്താൻ തീരുമാനിച്ചതിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ധീരമായ നേതൃത്വമാണ് കാഴ്ചവെച്ചതെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ്. സൈനിക നടപടികൾക്കൊപ്പം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളും തുടരുന്ന ട്രംപിന്റെ സമീപനത്തെ അദ്ദേഹം പ്രശംസിച്ചു. ക്യാമ്പ് ഡേവിഡിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ടെലിവിഷനിലൂടെ സംസാരിക്കുകയായിരുന്നു ഹെഗ്സെറ്റിന്റെ പരാമർശം. അമേരിക്കൻ മുൻ പ്രസിഡന്റുമാർ ഇറാന്റെ ആണവ പരിപാടിക്കെതിരെ സമാനമായ സൈനിക നടപടി ആലോചിച്ചിരുന്നു എങ്കിലും സങ്കീർണതകളും വെല്ലുവിളികളും അപകട സാധ്യതകളും കണക്കിലെടുത്ത് അന്തിമ തീരുമാനത്തിൽ നിന്നും പിന്മാറിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സങ്കീർണതകളും അപകട സാധ്യതകളും കാരണം അവർ ഒരിക്കലും അന്തിമ തീരുമാനമെടുത്തില്ല. എന്നാൽ ട്രംപ് ആ ആശങ്കകളെ മറികടന്ന് നടപടി സ്വീകരിച്ചുവെന്ന് ഹെഗ്സെറ്റ് വ്യക്തമാക്കി. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടിനെയും അദ്ദേഹം ന്യായീകരിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ചർച്ചാ വിദഗ്ധരാണ് അമേരിക്കൻ സംഘത്തിലുള്ളതെന്നും സൈനിക സമ്മർദ്ദവും നയതന്ത്ര ശ്രമങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ട്രംപിന്റെ തന്ത്രം ഫലപ്രദമാണെന്നും ഹെഗ്സെറ്റ് അഭിപ്രായപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും മികച്ച ചർച്ചാ വിദഗ്ധരാണ് ഞങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ഇറാനെതിരെ പുതിയ സൈനിക ആക്രമണത്തിന് ട്രംപ് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാന്റെ നിലപാട് മാറ്റിയില്ലെങ്കിൽ അമേരിക്ക വളരെ ശക്തമായി ആക്രമിക്കുമെന്നും ക്യാമ്പ് ഡേവിഡിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി വാൾ സ്ട്രീറ്റ് ജേണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഇറാനെതിരെ പുതിയ സൈനിക നടപടികൾക്ക് ട്രംപ് അംഗീകാരം നൽകിയതായും ഈ വാരാന്ത്യത്തിൽ നടന്ന ആക്രമണം ആരംഭിച്ചേക്കാമെന്നും വ്യക്തമാക്കുന്നുണ്ട്. വാഷിംഗ്ടൺ ടെഹ്റാനെ വീണ്ടും ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാനുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഉപയോഗിച്ച അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വീണ്ടും ശേഖരിക്കുന്നതിനായി $18.2 ബില്യൺ അടിയന്തര ധനസഹായം അനുവദിക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ആവശ്യപ്പെട്ടു. കോൺഗ്രസിലെ പ്രതിരോധ സമിതികൾ സമർപ്പിച്ച പെന്റഗൺ രേഖകൾ അനുസരിച്ച് നിലവിലെ സാമ്പത്തിക വർഷത്തേക്കുള്ള $67 ബില്യൺ വിപുലമായ അടിയന്തര ധനസഹായ പാക്കേജിന്റെ ഭാഗമായാണ് ഈ ആവശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലൂംബെർഗ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നിർദ്ദിഷ്ട തുകയിൽ $5.75 ബില്യൺ ടെർമിനൽ ഹൈ ആർട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് മിസൈൽ ഇന്റർസെപ്റ്റുകൾക്കായി $5.57 ബില്യൺ പാട്രിയറ്റ് മിസൈൽ സെഗ്മെന്റ് എൻഹാൻസ്മെന്റ് ഇന്റർസെപ്റ്റുകൾക്കായും $1.9 ബില്യൺ സ്റ്റാൻഡേർഡ് മിസൈൽ 6 സംവിധാനങ്ങൾക്കായും നീക്കിവെച്ചിട്ടുണ്ട്. ഇറാനെതിരായ സൈനിക നടപടികൾ തുടരുന്നതിനോടൊപ്പം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ സമ്മർദ്ദം വർദ്ധിച്ചു വരുന്നതായാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. യുദ്ധം ഫെബ്രുവരി 28 ആരംഭിച്ചതു മുതൽ ഏപ്രിൽ വെടിനിർത്തൽ നിലവിൽ വന്നതുവരെ അമേരിക്കൻ സൈന്യം ഇറാനിലെ ലക്ഷ്യങ്ങൾക്കെതിരെ 13,629 ആയുധങ്ങൾ പ്രയോഗിച്ചതായും ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ വ്യാപ്തിയും അതുവഴി അമേരിക്കയുടെ മിസൈൽ ശേഖരത്തിലുണ്ടായ വലിയ സമ്മർദ്ദവും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ മറൈൻ കോർപ്സിന്റെ F-35 യുദ്ധവിമാനം കാലിഫോർണിയയിലെ സാൻഡിയാഗോയിലെ മറൈൻ കോർപ്സ് എയർ സ്റ്റേഷൻ മിറാമാർ വ്യോമതാവളത്തിന് സമീപം തകർന്നു വീണു. അപകടത്തെ തുടർന്ന് സമീപത്തെ കുറ്റിക്കാട്ടിൽ തീപിടുത്തം ഉണ്ടായെങ്കിലും പൈലറ്റ് ഇജക്ട് ചെയ്ത് സുരക്ഷിതമായി രക്ഷപ്പെട്ടതായി അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് 3-ാം മറൈൻ എയർക്രാഫ്റ്റ് വിങ്ങിന്റെയും മറൈൻ എയർക്രാഫ്റ്റ് ഗ്രൂപ്പ് 11ന്റെയും ഭാഗമായിരുന്ന വിമാനമാണ് പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെ തകർന്നത്. ഇതിനെ വിമാന അപകടം എന്നാണ് മറൈൻ കോർപ്സ് വിശേഷിപ്പിച്ചത്. മറൈൻ കോർപ്സിലെ ഫസ്റ്റ് ലഫ്റ്റനന്റ് ബ്ലാക്ക് സ്റ്റാർബർഗ് MCAS മിറാൻ സമീപം മറൈൻ കോർപ്സിന്റെ F-35B വിമാനവുമായി ബന്ധപ്പെട്ട് ക്ലാസ് A വിഭാഗത്തിൽപ്പെടുന്ന അപകടമാണ് ഉണ്ടായത്. പൈലറ്റ് സമയബന്ധിതമായി വിമാനത്തിൽ നിന്നും ഇജക്ട് ചെയ്യുകയും സുരക്ഷിതമായി രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് വ്യക്തമാക്കിയത്.
അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. വിമാനം പരിശീലന ദൗത്യത്തിലായിരുന്നോ, വ്യോമതാവളത്തിൽ നിന്നും പറന്നുയരുകയായിരുന്നോ, അല്ലെങ്കിൽ അവിടെ ഇറങ്ങാനായിരുന്നോ എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്ന് സ്റ്റാർബർ വ്യക്തമാക്കി. ആളപായമോ മറ്റു പരിക്കുകളോ സംബന്ധിച്ച വിവരങ്ങളും ഉടൻ ലഭ്യമായിട്ടില്ല. സംഭവ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പമുള്ള കരിഞ്ഞ പ്രദേശത്തിന്റെ നടുവിൽ വിമാനം രണ്ടായി പിളർന്ന നിലയിലാണ് കാണപ്പെട്ടത്. സ്റ്റേറ്റ് റൂട്ട് 52 വടക്കുള്ള പ്രദേശത്തു നിന്നും തീയും കനത്ത പുകയും ഉയരുന്നതും സമീപത്തെ ഹൈവേയിൽ നിന്നും വ്യക്തമായി കാണാനുമായി റിപ്പോർട്ട് ചെയ്യുന്നു. സാന്റിയാഗോ ഫയർ റെസ്ക്യൂ വിഭാഗം തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നുണ്ട് എന്നും അറിയിച്ചു. എന്നാൽ അപകട സ്ഥലത്തെ അന്വേഷണത്തിന്റെയും സുരക്ഷാ നടപടികളുടെയും പൂർണ്ണ ചുമതലയുള്ള അമേരിക്കൻ സൈന്യത്തിനാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.65 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 95.39 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.00 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.05 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. CJP പ്രതിഷേധത്തിന് പിന്നാലെ സെൽഫി വീഡിയോ സന്ദേശ പരമ്പരയുമായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. പ്രതിഷേധത്തിനിടെ തനിക്കെതിരെ മോശം ഭാഷ ഉപയോഗിച്ച വിദ്യാർത്ഥികളോട് ക്ഷമിച്ചു എന്നായിരുന്നു മോദി വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയത്. എന്നാൽ പ്രതിഷേധക്കാർക്കെതിരെ ഫയൽ ചെയ്ത കേസുകൾ സർക്കാർ പിൻവലിക്കുമോ എന്ന് ദീപകെ ചോദിച്ചു. ഒരാഴ്ചയ്ക്കിടെ 5ാം തവണയാണ് മോദി ഇൻസ്റ്റഗ്രാമിൽ സെൽഫി വീഡിയോയുമായി എത്തുന്നത്. റീൽ കൂടി മാത്രമാണോ നിങ്ങൾ ക്ഷമിക്കുന്നത്, അതോ കേസുകൾ പിൻവലിക്കുമോ എന്ന് ദീപക് മോദിയുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തു. ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നോയിഡയിൽ നിന്നുമുള്ള കൗമാരക്കാർക്കെതിരെ കേസെടുത്തിരുന്നു. ചില ചെറുപ്പക്കാർ അസഭ്യം പറഞ്ഞു, ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത വാക്കുകൾ പ്രയോഗിച്ചു, എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു, എന്റെ പരേതയായ അമ്മയെ പോലും അപമാനിച്ചു. ഞാൻ അവരോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. അധിക്ഷേപം ഒന്നിനും പരിഹാരമാകില്ല. കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും ശിക്ഷിക്കുന്നതും ആക്ഷേപിക്കുന്നതും കൊണ്ട് സാഹചര്യം മാറില്ല. വഴിതെറ്റിയവരെ നമുക്ക് നേർവഴി നയിക്കാം എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഉറപ്പു നൽകിയിട്ടും വിദ്യാർത്ഥികൾക്കും പ്രക്ഷോഭക്കാർക്കും എതിരെ ചുമത്തിയ FIRകൾ പിൻവലിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മെല്ലെപ്പോക്ക് നയമാണെന്നും CJP ആരോപിച്ചു. കേസുകൾ പൂർണ്ണമായി പിൻവലിച്ചില്ലെങ്കിൽ വൻ പ്രക്ഷോഭവുമായി വീണ്ടും തെരുവിലിറങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകി. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ ഒരു ഇഷ്ടിക ചുളയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള 2 തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു ആക്രമണം. ഒരാൾ സംഭവ സ്ഥലത്തും മറ്റൊരാൾ ഇന്ന് പുലർച്ചെയുമാണ് മരിച്ചത്. കുൽഗ്രാമിലെ കെല്ലം പ്രദേശത്തെ ഇഷ്ടിക ചുളയിൽ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികൾക്കു നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നുവെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിനു ശേഷം ഭീകരർ രക്ഷപ്പെടുകയും ചെയ്തു. ഛത്തീസ്ഗഡ് സ്വദേശികളായ ദീപക്, ഭൂപീന്ദർ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്നും തിരിച്ചറിഞ്ഞു. സംഭവ സ്ഥലത്തു തന്നെ കൊല്ലപ്പെട്ട ദീപകിന്റെ മൃതദേഹം പിന്നീട് നടപടികൾക്കായി മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ ഭൂപീന്ദറിനെ ആദ്യം പ്രദേശത്തെ ആശുപത്രിയിലും പിന്നീട് അനന്തനാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണ വിവരമറിഞ്ഞ് സുരക്ഷാ സേന ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും പ്രദേശം വളഞ്ഞ് ഭീകരർക്കായുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. അനന്തനാഗ് നഗരത്തിൽ ഭീകരർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. 10 ദിവസത്തിനകമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിലയിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസം പകർന്ന എണ്ണ കമ്പനികളുടെ പുതിയ തീരുമാനം. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് 200 രൂപയിലധികം കുറവാണ് വരുത്തിയിരിക്കുന്നത്. പുതിയ വില ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 202 രൂപ കുറഞ്ഞ് സിലിണ്ടറിന് 1522 രൂപയായി. കൊൽക്കത്തയിൽ 209 രൂപയുടെ കുറവോടെ പുതിയ വില 1636 രൂപയിലെത്തി. മുംബൈയിൽ 1482 രൂപയും ചെന്നൈയിൽ 1695 രൂപയുമാണ് വാണിജ്യ സിലിണ്ടറുകളുടെ പുതിയ വില. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഡൽഹിയിൽ 903 രൂപയും മുംബൈയിൽ 902.50 രൂപയുമാണ് നിലവിലെ വില. കൊൽക്കത്തയിൽ 929 രൂപയും ചെന്നൈയിൽ 918.50 രൂപയും ഗാർഹിക സിലിണ്ടറിനായി നൽകണം. കഴിഞ്ഞ ഓഗസ്റ്റ് 30-ന് കേന്ദ്ര സർക്കാർ എല്ലാ ഉപഭോക്താക്കൾക്കുമായി ഗാർഹിക സിലിണ്ടറുകളുടെ വില 200 രൂപ കുറച്ചിരുന്നു. ഈ വിലയാണ് ഇപ്പോഴും തുടരുന്നത്. അതിനുശേഷം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല.
തിരുവനന്തപുരം കോർപ്പറേഷന് പുതിയ ആസ്ഥാന മന്ദിരം വരുന്നു. നിലവിലെ കോർപ്പറേഷൻ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു മാറ്റും. 6000 ലക്ഷം ചതുരശ്ര അടിയിൽ 4 നില കെട്ടിടമാണ് നിർമ്മിക്കുക. ചർച്ച പ്രാരംഭഘട്ടത്തിലാണ്. 200 കോടി രൂപയാണ് ചെലവ്. ലഘുഭക്ഷണശാല, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, വിവിധ കടകൾ, ഗാലറി, റെസ്റ്റോറന്റ്, സന്ദർശകർക്ക് ഇരിക്കാനും വിശ്രമിക്കാനുമുള്ള ഇടം, കൗൺസിലർമാർക്ക് തങ്ങാനായി കൗൺസിലേഴ്സ് റൂം, മേയർമാർക്കും മറ്റ് അതിഥികൾക്കും വിശ്രമിക്കാൻ പ്രത്യേക സജ്ജമാക്കിയ മുറികൾ, 200 കൗൺസിലർമാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള കൗൺസിൽ ഹാൾ എന്നിവയടക്കമാണ് ഒരുക്കുക. കോർപ്പറേഷൻ വളപ്പിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗും മറ്റൊരു ഇടത്തേക്ക് മാറ്റി സ്ഥാപിക്കും. ഇവിടെ 500 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും. SMV സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് സമീപമായിരുന്നു കോർപ്പറേഷൻ കെട്ടിടം ആദ്യം പ്രവർത്തിച്ചിരുന്നത്. തുടർന്നാണ് മ്യൂസിയത്ത് കോർപ്പറേഷൻ കെട്ടിടം നിർമ്മിച്ചത്. മുൻ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് നിലവിലെ കോർപ്പറേഷൻ കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. 1966 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കൂടത്തായി കൂട്ടക്കൊലക്കേസിലെ പ്രതി ജോളി വെള്ളിയാഴ്ച വിചാരണ നടപടിക്കായി മാറാട് പ്രത്യേക കോടതിയിൽ ഹാജരായി. കോടതി വരാന്തയിലെ ബെഞ്ചിന് പുറത്തിരുന്ന് തമാശ പറഞ്ഞ് ചിരിച്ച് മുഴുവൻ സമയം ഹാപ്പിയായാണ് ജോളിയെ കണ്ടത്. മുൻ ഭർത്താവ് റോയ് തോമസ് കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ ക്രൈംബ്രാഞ്ച് DYSP PR ഹരിദാസിനെ വിസ്തരിക്കുമ്പോൾ വലിയ ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ കോടതി മുറിയിൽ ഓരോ പോയിന്റും ശ്രദ്ധയോടെ കെട്ടിരിക്കുകയായിരുന്നു. കോടതി നടപടികൾ അവസാനിപ്പിച്ച് ഉച്ചയ്ക്ക് 3 മണിയോടെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയത്. മുൻ ഭർത്താവ്, പിതാവും മാതാവും ബന്ധുക്കളും അടക്കം 6 പേരെയാണ് ജോളി സൈനൈഡ് നൽകി കൊന്നത്. റോയ് തോമസിന്റെ അമ്മ പൊന്നാമറ്റം വീട്ടിൽ അന്നമ്മയെ കൊന്ന കേസിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജോളിയെ കൊണ്ടുപോയത്. പക്ഷേ റോയ് തോമസ് കേസിൽ സാക്ഷിവിസ്താരം നടക്കുന്നതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥന് ശാരീരികാസ്വാസ്ഥ്യം നേരിട്ടതിനാൽ ഉച്ചയോടെ കോടതി നടപടികൾ അവസാനിപ്പിച്ചു. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാനുമായിരുന്നു കേസ് ശനിയാഴ്ച മാറ്റി. മാറാട് പ്രത്യേക കോടതി ജഡ്ജി K സുരേഷ് കുമാർ മുൻപാകെയാണ് വിസ്തരിച്ചത്. കൂട്ടുപ്രതി കാക്കവയൽ മഞ്ചാടിയിൽ MS മാത്യു എത്തിയിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണനും പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് ഹിജാസ് അഹമ്മദും ഹാജരായി. കണ്ണൂർ സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടത്തിയ അഭിമുഖം വിവാദത്തിൽ. അഭിമുഖത്തിൽ പങ്കെടുക്കാൻ നിശ്ചിത യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാൻ നീക്കം നടന്നു എന്നും ചൂണ്ടിക്കാട്ടിയാണ് ചാൻസലർക്ക് പരാതി നൽകിയിരിക്കുന്നത്. അഭിമുഖത്തിൽ പങ്കെടുത്തവരിൽ ഒരാളാണ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയത്. അപേക്ഷകരിൽ നിന്നും സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ച് 3 പേരെ ക്ഷണിച്ചതിൽ 2 പേരാണ് ജൂൺ 20 നടന്ന അഭിമുഖത്തിൽ പങ്കെടുത്തത്. റാങ്ക് പട്ടികയും തയ്യാറാക്കി. അഭിമുഖത്തിൽ പങ്കെടുത്തവരിൽ ഒരാൾ ഫിഷറീസ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. മറ്റേയാൾ കണ്ണൂർ സർവകലാശാലയിൽ അധ്യാപകേതര തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം കിട്ടാൻ അസിസ്റ്റന്റ് പ്രൊഫസറായി 8 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. കണ്ണൂർ സർവകലാശാലയിൽ നിന്നും അഭിമുഖത്തിൽ പങ്കെടുത്തയാൾക്ക് സർക്കാർ കോളേജിലെ 6 വർഷത്തെ അധ്യാപന പരിചയവും സർവകലാശാല പഠന വകുപ്പിൽ 2009 മുതൽ 2012 വരെ ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്ത പരിചയമാണുള്ളത്. ഈ ഗസ്റ്റ് അധ്യാപക കാലയളവ് കൂടി പരിഗണിച്ചാണ് യോഗ്യത കണക്കാക്കിയത്. UGC റെഗുലേഷൻ പ്രകാരം ഗസ്റ്റ് ലെക്ചറായുള്ള പ്രവൃത്തി പരിചയം യോഗ്യതയായി കണക്കാക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗാർത്ഥി ഗവർണർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങിയവർക്ക് പരാതി നൽകിയത്. യോഗ്യതയില്ലാത്തയാളെ അഭിമുഖത്തിൽ പോലും പങ്കെടുപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഇനി സ്പോർട്സ്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ആശ്വാസ വാർത്ത. ബംഗളൂരുവിലെ BCCI സെന്റർ ഓഫ് എക്സലൻസിൽ നടന്ന കായികക്ഷമതാ പരിശോധനയിൽ പേസർ ജസ്പ്രീത് ബുംറ വിജയകരമായി പൂർത്തിയായി. നേരത്തെ പ്രഖ്യാപിച്ച 15 അംഗ ഇന്ത്യൻ ടീമിൽ ബുംറയെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിക്കുന്നത് വിധേയമായിട്ടായിരിക്കും ടീമിൽ ഉൾപ്പെടുത്തുക എന്ന് സെലക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കിടെ പരിക്കേറ്റ ബുംറയെ ലോർഡ്സിൽ നടന്ന അവസാന മത്സരത്തിൽ കളിക്കാൻ സാധിച്ചിരുന്നില്ല. ഓഗസ്റ്റ് 15 ഗാലയിലാണ് ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ്. 2ാം ടെസ്റ്റ് ഓഗസ്റ്റ് 23 കൊളംബോയിൽ നടക്കും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രതീക്ഷ നിലനിർത്താൻ ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്കെതിരായ 2-0 വിജയം അനിവാര്യമാണ്. നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് പട്ടികയിൽ 9 മത്സരങ്ങളിൽ നിന്നും 4 ജയവും 4 തോൽവിയുമായി 48.15 പോയിന്റ് ശതമാനത്തോടെ 5ാം സ്ഥാനത്താണ് ഇന്ത്യ. ഫൈനൽ യോഗ്യത ഉറപ്പാക്കാൻ ഇനി ശേഷിക്കുന്ന 9 മത്സരങ്ങൾ കുറഞ്ഞത് 7 എണ്ണത്തിലെങ്കിലും ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. അതിനാൽ ലങ്കയ്ക്കെതിരായ പരമ്പര 2-0 തൂത്തുവാരുന്നത് ഇന്ത്യക്ക് നിർണായകമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. ബ്രിട്ടനിലെ ഇന്ത്യൻ വംശജ സമൂഹം ബ്രിട്ടനിലെ വളർച്ചയിൽ വഹിക്കുന്ന പങ്കിനെ പ്രധാനമന്ത്രി ആൻഡി ബേണം പ്രശംസിച്ചു. UK ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള പദ്ധതികളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കൃത്രിമ ബുദ്ധി ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളും ഇരുവരും ചർച്ച ചെയ്തു. ലോകകപ്പ് ടൂർണമെന്റുകളുടെ ഓഹരികൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള വിവാദ പദ്ധതിക്ക് പിന്നാലെ ഫിഫ തലവൻ ജിയാനി ഇൻഫാന്റിനോ സ്ഥാനമൊഴിയണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേണം. സ്വകാര്യ നിക്ഷേപകർക്ക് സംഘടനയിൽ ഓഹരി നൽകാനുള്ള തീരുമാനം അപലപനീയവും ഒട്ടും അംഗീകരിക്കാനാകാത്തതും. ലോകകപ്പ് ഒരു ഉൽപ്പന്നമല്ല, ലോക കായിക രംഗത്തെ ഏറ്റവും വലിയ മത്സരമാണിത്. അത് വിൽക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും വേണം. ഇംഗ്ലണ്ടിലെ ബെയർമാർക്ക് പ്രാദേശികമായ വലിയ പദ്ധതികൾ നിക്ഷേപിക്കാൻ കടമെടുക്കാനുള്ള അധികാരം നൽകിക്കൊണ്ട് സെൻട്രൽ സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. ഇനി ഫണ്ടുകൾക്കായി പ്രാദേശിക നേതാക്കൾക്ക് പൂർണ്ണമായും വരിഹാനെ ആശ്രയിക്കേണ്ടി വരില്ല. പദ്ധതിയുടെ ലക്ഷ്യം വർഷങ്ങളായി നിലനിൽക്കുന്ന കേന്ദ്രീകൃത ഭരണത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നും പ്രാദേശിക ഭരണകൂടങ്ങളെ മോചിപ്പിക്കുക. 2028 മുതൽ മേയർമാർക്ക് തങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആദായ നികുതിയുടെ ഒരു വിഹിതം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയും. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക ആക്രമണം നടത്താൻ തീരുമാനിച്ചതിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ധീരമായ നേതൃത്വമാണ് കാഴ്ചവെച്ചതെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ്. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഉപയോഗിച്ച അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വീണ്ടും ശേഖരിക്കുന്നതിന് $18.2 ബില്യൺ അടിയന്തര ധനസഹായം അനുവദിക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ആവശ്യപ്പെട്ടു. അമേരിക്കൻ മറൈൻ കോർപ്സിന്റെ F-35B യുദ്ധവിമാനം കാലിഫോർണിയയിലെ സാന്റിയാഗോയിൽ മറൈൻ കോർപ്സ് എയർ സ്റ്റേഷൻ മിറാമർ വ്യോമതാവളത്തിന് സമീപം തകർന്നു വീണു. അപകടത്തെ തുടർന്ന് സമീപത്തെ കുറ്റിക്കാട്ടിൽ തീപിടുത്തമുണ്ടായെങ്കിലും പൈലറ്റ് ഇജക്ട് ചെയ്ത് സുരക്ഷിതമായി രക്ഷപ്പെട്ടതായി അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ. സംഭവസ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പമുള്ള കരിഞ്ഞ പ്രദേശത്തിന് നടുവിൽ വിമാനം രണ്ടായി പിളർന്ന നിലയിൽ കണ്ടെത്തി. CJP പ്രതിഷേധത്തിന് പിന്നാലെ സെൽഫി വീഡിയോ സന്ദേശ പരമ്പരയുമായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. പ്രതിഷേധത്തിനിടെ തനിക്കെതിരെ മോശം ഭാഷ ഉപയോഗിച്ച വിദ്യാർത്ഥികളോട് ക്ഷമിച്ചു എന്നതായിരുന്നു മോദി വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയത്. എന്നാൽ റീലുകൾ കൂടി മാത്രമാണോ നിങ്ങൾ ക്ഷമിക്കുന്നത്, അതോ കേസുകൾ പിൻവലിക്കുമോ എന്ന് ദീപക് മോദിയുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തു. ജമ്മു കാശ്മീരിലെ കുൽഗ്രാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള ഇഷ്ടിക ചൂളയിലെ 2 തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. ഒരാൾ സംഭവ സ്ഥലത്തും മറ്റൊരാൾ ഇന്ന് പുലർച്ചെയുമാണ് മരിച്ചത്. ആക്രമണത്തിന് ശേഷം ഭീകരർ രക്ഷപ്പെട്ടു. ആക്രമണ വിവരം അറിഞ്ഞ് സുരക്ഷാ സേന ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും പ്രദേശം വളഞ്ഞ് ഭീകരർക്കായുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. കണ്ണൂർ സർവകലാശാലയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടന്ന അഭിമുഖം വിവാദത്തിൽ. അഭിമുഖത്തിൽ പങ്കെടുക്കാൻ നിശ്ചിത യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാൻ നീക്കം നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ചാൻസലർക്ക് പരാതി നൽകി. അഭിമുഖത്തിൽ പങ്കെടുത്തവരിൽ ഒരാളാണ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയത്. യോഗ്യതയില്ലാത്ത ആളെ അഭിമുഖത്തിൽ പോലും പങ്കെടുപ്പിക്കാൻ പാടില്ലായിരുന്നുവെന്ന് പരാതി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.